അല്ല പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തിനു പോയതാണ്? അല്ല ഇന്ത്യ സഖ്യത്തിൽ 2 ലക്ഷം അങ്ങോട്ട് പോയിട്ടില്ല. പ്ലീസ് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കെ അനിൽകുമാർ, ഇവിടെ സമാന സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായി. ഇപ്പൊ ഇന്ന് പഞ്ചാബിന്റെ കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ പഞ്ചാബിൽ സംഭവിച്ചെന്താണ്? പഞ്ചാബ് പിന്മാറി കഴിഞ്ഞപ്പോൾ കേന്ദ്രം പറഞ്ഞു പഞ്ചാബിൽ നിങ്ങൾക്ക് ഇത് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല, 500 കോടി തടഞ്ഞു വെച്ചു. പിന്നെയും PMCയിലേക്ക് കയറിയിട്ടാണ് ആ ഫണ്ട് കിട്ടിയത്. പോട്ടെ, അല്ല തമിഴ്നാട് മാതൃകയുണ്ട്. തമിഴ്നാട് പറഞ്ഞു നിങ്ങൾ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഫണ്ട് തരില്ല എന്ന് ഏതായാലും പേപ്പറിൽ നേർക്കുനേർ പറയില്ല, പരോക്ഷമായി പറഞ്ഞു. തമിഴ്നാട് ചെയ്തു, കോടതിയിലേക്ക് പോയി. കോടതിയിൽ പോയി വാദിച്ചു. എന്താണ് ഇതുമായി യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അവകാശപ്പെട്ട പണമാണ്, ഔദാര്യമല്ല, അവകാശമാണെന്ന് വാദിച്ചു. സുപ്രീം കോടതി കൊടുക്കാൻ പറഞ്ഞു, ആദ്യം കൊടുത്തില്ല, പിന്നെയും പോയി കൊടുക്കാൻ പറഞ്ഞു, വാങ്ങിയെടുത്തു. അങ്ങനെ ഒരു കോടതി മോഡൽ നമുക്കറിയാത്തതല്ല. നമ്മൾ പല കാര്യങ്ങളിൽ കോടതി പോരാട്ടങ്ങളുണ്ട് അതേ വിഷയത്തിൽ. പക്ഷേ ഈ വിഷയത്തിൽ ആ വഴി വേണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ പോയി ഇപ്പോഴാണ് നോക്കിയേ ശാൽകുമാർ. ഒന്ന്, തമിഴ്നാടിൻ്റെ കേസ് ഇതായിരുന്നില്ല. നമുക്ക് ഈ ചർച്ചയിൽ അതിന് നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. നിയമപരമായ പരിഹാരം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാൻ, സതീശ സർക്കാർ കേസ് കൊടുക്കട്ടെ. ഇത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് പറയും? കേസ് കൊടുക്കട്ടെ, കേരള സർക്കാർ കേസ് കൊടുക്കട്ടെ. ഈ ചർച്ചയിൽ മുഖ്യമന്ത്രിയാണോ ജിൻഡോ ജോണാണോ കള്ളം പറയുന്നത് എനിക്കൊരു സംശയമുണ്ട്. ജിൻഡോ ജോൺ പറയുന്നത് ഇപ്പോഴൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത് നടപ്പാക്കാതിരിക്കാനാണ്. പക്ഷേ സതീശൻ പറയുന്നത്, ഇന്നലെ പറഞ്ഞു കേട്ടത്, അത് ഏത് സ്കൂളാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിന് കിട്ടണം, പിന്നെ സിലബസ് പാടില്ല. ഇത് രണ്ടോ പറയുന്നത്. ഈ നാട്ടുകാരെ പറ്റിക്കാൻ കയ്യും കാലും വെച്ച് മുഖ്യമന്ത്രിയുടെ വേഷവും കെട്ടി ഇറങ്ങരുത് സതീശൻ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് PMCയിൽ കക്ഷി ചേർന്നാൽ, ഒപ്പിട്ട് കഴിഞ്ഞാൽ സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന കേന്ദ്രമാണോ സംസ്ഥാനമാണോ? ഈ മാധ്യമപ്രവർത്തകർക്ക് അല്പം പോലും ആലോചിക്കാൻ ശേഷിയില്ലാത്തവരാണോ? സതീശനെ കള്ളം പറഞ്ഞിട്ട് എത്ര മണിക്കൂറായിപ്പോ? ഒരു ഇന്ത്യയിലെ PMC നടപ്പാക്കിയ ഏതെങ്കിലും സ്ഥലത്ത് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ? ഒരു മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കേട്ടോ. എന്താ പറഞ്ഞത്? കമ്മിറ്റി വെച്ചിരിക്കുന്നത് എന്തിനാ? സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാനത്തിന് കിട്ടാനാണ് കമ്മിറ്റി വെച്ചത്. ഇങ്ങനെ തിരഞ്ഞെടുത്ത ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കാൻ മടിയില്ലാത്തൊരു ഭരണാധികാരിക്ക് വേണ്ടിയാണ് ജിൻഡോ ജോൺ ഇവിടെ എന്തെല്ലാം വാദങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് പുറത്ത് കിടക്കാനുള്ള വഴിയാ തേടാൻ പോകുന്നതെന്ന്. നേരവോ ആണെങ്കിൽ 3 കള്ളം ഇന്നലെ പറയാൻ പാടില്ലായിരുന്നു. ഒന്നാമത്തെ കള്ളം, PMC ഫണ്ട് കേരളം കൈപ്പറ്റിയെന്ന കള്ളം മുഖ്യമന്ത്രി പറയാൻ പാടില്ലായിരുന്നു. 2, സംസ്ഥാനങ്ങൾക്ക് സ്കൂളുകളെ തിരഞ്ഞെടുക്കാനുള്ള ബാധ്യതയാണുള്ളത്. അങ്ങനെ തിരഞ്ഞെടുത്ത് PMC പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ബാധ്യതയാണ്. അതിനു പകരം സ്കൂളിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പിടിച്ചു വാങ്ങുന്നു മോദിയുടെ കയ്യിൽ നിന്ന് എന്ന തരത്തിൽ 3.5 കോടി മലയാളിക്ക് ചിന്താശേഷി ഇല്ല എന്ന് ധരിക്കാൻ പാടില്ലായിരുന്നു. ഇത് മാധ്യമപ്രവർത്തകരുടെ കുഴപ്പമാണ്. ഏകപക്ഷീയമായി നമ്മൾ കൊടുക്കുന്ന സ്കൂളങ്ങ അതിൽ അപ്ലോഡ് ചെയ്യല്ല ശാൽകുമാർ. ഏകപക്ഷീയമായി നമ്മൾ പറയുന്ന സ്കൂളുകളങ്ങ് അംഗീകരിച്ച് അപ്ലോഡ് ചെയ്യല്ല ചെയ്യുന്നത്. അതിൽ വേറെ ടെസ്റ്റുകളുണ്ട്, അതിൽ കേന്ദ്രത്തിന്റെ റാറ്റിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതെ, അത്രേ ഉള്ളൂ. ഏകപക്ഷീയമാണ്. സ്കൂളുകളെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണ്. അല്ലല്ല, നമ്മൾ തെരഞ്ഞെടുത്ത് കൊടുത്താൽ കേന്ദ്രം തീരുമാനിക്കുമോ അത് വേണമെന്ന്. അതിന് വേറെ ചലഞ്ച് ടെസ്റ്റ് പോലെ സാധനം ഉണ്ട് വേറെ. നിർത്താമല്ലേ? സമയമില്ലാത്തോണ്ടാ. അല്ലല്ല, അപ്പൊ പിന്നെ ആരാ തെരഞ്ഞെടുക്കുന്നത്? കേന്ദ്രവും സംസ്ഥാനവും. ആരാ തെരഞ്ഞെടുക്കുന്നത്? ഈ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്ന സംസ്ഥാനമാണോ കേന്ദ്രമാണോ? കേന്ദ്രവും സംസ്ഥാനവും. അല്ലല്ല, നിങ്ങൾക്ക് തെറ്റി. ഇതൊന്നും അറിയാതെ പച്ചക്കള്ളം. ഇനി അടുത്ത പറ. പച്ചക്കള്ളം നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അറിയാതെ ഇത് പഠിക്കാതെയാണ് പോയി ഒപ്പിട്ട് കൊടുത്തത്. ഈ ജിൻഡോ ജോണൊക്കെ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ എന്തിനാ ഭൂതകാലത്തിലാ. ജിൻഡോ ജോണൊക്കെ അറിയുന്നത് നിങ്ങൾ പഠിക്കാതെയാണ് പോയി ഒപ്പിട്ട് കൊടുത്തത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ പഴങ്കഥകൾ. ഉദാഹരണമായിട്ട് വിദേശയാത്ര. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ വിദേശയാത്ര പോയത് ഇന്ന് ഇവിടെ പറഞ്ഞു. അപ്പം രാഹുൽ ഗാന്ധി പട്ടായ പോയതിൻ്റെ എണ്ണം ഞാൻ പറയണോ? ഫാസിസത്തിനെതിരെ സമരം പട്ടായയിലാണ് നടത്തേണ്ടത്. നമ്മുടെ ഒരു ചർച്ച വരുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റിൽ ഒതുങ്ങി നിൽക്കാനുള്ള മര്യാദ കാണിക്കണം. തിരിച്ചു പറഞ്ഞാൽ 10 എണ്ണം തിരിച്ചു പറയാനുള്ള ശേഷി ഞങ്ങൾക്കില്ലാഞ്ഞിട്ടല്ല, അത് വരുന്നവരോട് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾ പഴംപുരാണായിട്ട് വന്നാൽ ഞങ്ങൾ ഇരുന്ന് തരത്തില്ല. അല്ല, പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തിനു പോയതാണ്? ഞങ്ങളുടെ ആത്മാർത്ഥത ഞാൻ പറയട്ടെ. പട്ടായയിലാണ് ഇരിക്കുന്നത്.
അല്ല ഇന്ത്യ സഖ്യത്തിൽ രണ്ട് കക്ഷി അങ്ങോട്ട് പോയിട്ടില്ല. പ്ലീസ് അൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കും. രാഹുൽ ഗാന്ധി പട്ടായ പോയത് നിങ്ങൾ അതെ. സഹായം അരുത് ബുദ്ധിമുട്ടുണ്ടോ? അത് ഇന്ത്യ സഖ്യം അൽകുമാർ അതൊക്കെ അങ്ങ് നിർത്ത്, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ അങ്ങ് നിർത്ത്, അതൊക്കെ അങ്ങ് നിർത്ത്, നിങ്ങൾക്ക് വല്ല അതൊക്കെ അങ്ങ് ബുദ്ധിമുട്ടുണ്ടോ? നിർത്ത്. ഇങ്ങനെയുള്ള ചർച്ചയിൽ പൊതുഖജനാവിന്റെ പണം എടുത്തിട്ട് കുടുംബത്തെ കൂട്ടി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഘപരിവാറിനെതിരെ പോരാട്ടം അല്ല നടത്തുമ്പോൾ അല്ല പ്രസംഗിച്ചിട്ട് അല്ല ജിൻഡോ, അല്ല അൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ല അല്ല ജിൻഡോ അരുത് അൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് വേണ്ട. ഇല്ല താങ്കൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയെ പറ്റി യാത്രയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പട്ടായ പറഞ്ഞത്. അത് പിടിക്കില്ല പ്ലീസ് ജിൻഡോ പ്ലീസ്. അൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കും. അല്ല പട്ടായ പോയതിൽ ഇദ്ദേഹത്തിന് വല്ല വിഷമമുണ്ടോ? പട്ടായ വിട്, പട്ടായ നമ്മുടെ ചർച്ചാ വിഷയമല്ല. പട്ടായ ആരെങ്കിലും പോട്ടെ. ഞാൻ പറഞ്ഞ ബാക്കി കേട്ടു, ബാക്കി കേട്ടു. ഇത്തരം കാര്യങ്ങൾ വിളമ്പാൻ വരുന്ന ഏത് ചർച്ചയിലും പട്ടായ വിടുന്നു. പട്ടായ ഇഷ്ടമുള്ള ആർക്കും പോട്ടെന്ന്. ജിൻഡോ പ്ലീസ് പ്ലീസ് പട്ടായ വിട്, പട്ടായ വിട് പ്ലീസ്. പട്ടായ പിടിക്കല്ലേ, അരുത് പട്ടായ പിടിക്കല്ലേ. അൽകുമാർ പറഞ്ഞു പൂർത്തിയാക്കും. പട്ടായ ഇഷ്ടമുള്ള ആൾക്കാരെ പോട്ടെ. ഇത് ഗംഭീര സ്ഥലമാണ് അൽകുമാർ. അതെ, ആ ഗംഭീര സ്ഥലത്ത് പ്രതിപക്ഷ നേതാവായ മാന്യൻ കർഷക സമരം നടക്കുമ്പോൾ പോയത് ഫാസിസത്തെ തോപ്പിക്കാനാണ്. എന്നിട്ട് ഫാസിസം തോറ്റു മടങ്ങിയിട്ടാണ് പുള്ളിക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണോ? അതുകൊണ്ട് അധികം ഒന്നും ഇത്തരം പരിപാടിയായിട്ട് ഇറങ്ങരുത്. ആരെങ്കിലും എഴുതി തരുന്ന സാധനം വെച്ചിട്ട് കമ്പോസ് ചെയ്തിട്ട് ഞങ്ങളെ കടന്നാക്രമിക്കാൻ വരാൻ പാടില്ല. അല്ല ഞാൻ ചോദിക്കുന്നത് അനിൽകുമാർ, നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംഘപരിവാറിന് കാശ്മീരുടെ ബാധ്യതയാണ്. എന്റെ സമയത്ത് ഇടപെടാൻ സാധ്യമല്ല. എന്റെ സമയത്ത് ശരിയാണ് കാശ്മീരുടെ ബാധ്യതയാണ്. തർക്കമില്ല. ശ്രീ അൽകുമാർ താങ്കൾ പറഞ്ഞോളൂ. അതിന്റെ ഉത്തരവാദിത്വം താങ്കൾ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് പറയാൻ സൗകര്യം തന്ന സമയത്ത്, ഞങ്ങൾക്ക് പറയാൻ സൗകര്യമുള്ള സമയത്ത് ചുട്ട മറുപടി തരും. പൊളഞ്ഞാലും പൊളഞ്ഞില്ലേലും അവിടെ നിന്ന് കേട്ടോണം. മേലാൽ ഇത്തരം വർത്തമാനമായിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളരുത്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. അതെ, പിണറായി വിജയൻ പറഞ്ഞ വീട്ടിൽ പോയി പറയേണ്ടി വരും. അവിടെ ഇരുന്ന് കേട്ടോണം എന്ന് പറഞ്ഞ വീട്ടിൽ പോയി പറയേണ്ടി വരും. മറുപടി പറയും. ചോദ്യത്തിനുള്ള മറുപടി ആണെങ്കിലും കേൾക്കും. മനസ്സിലായില്ലേ? അല്ല ജിൻഡോ താങ്കൾ പറഞ്ഞപ്പോൾ അൽകുമാർ ഇടപെട്ടില്ല. അൽകുമാർ പറഞ്ഞപ്പോൾ കേട്ടോളൂ. ഞങ്ങൾക്ക് വരാം. നിങ്ങൾ പറഞ്ഞപ്പോ ഇരുന്ന് കേട്ടു. കേൾക്കോ? നിങ്ങൾ പറഞ്ഞപ്പോ ഇരുന്ന് കേട്ടു. അല്ല താങ്കളുടെ പാർട്ടി മര്യാദയ്ക്ക് ഇരുന്ന് കേട്ടോണം. അത് തന്നെ കേട്ടോണം. പോയിന്റ് അങ്ങോട്ട് ആദ്യം പറയണം. ആദ്യം ഇതങ്ങ് ക്ലിയർ ചെയ്തിട്ട് മതി. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ പ്രതിപക്ഷത്താണ്. ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരിച്ചങ്ങോട്ട് കിട്ടുമ്പോൾ പിടയ്ക്കരുത്. അതുകൊണ്ട് മേലാൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നാൽ വിഷയത്തിൽ സംസാരിക്കൂ. ഞാൻ വിഷയത്തിലാണ് സംസാരിച്ചത്. ഞങ്ങൾ 5-10 അധികാരത്തിരുന്നു. കേന്ദ്ര സർക്കാരുമായി കേസ് നടത്തി. രാജ്യത്തെത്ര കേസുകൾ. ഒരു ചോദ്യം ഞാൻ പറയാം. കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൽ ഒപ്പിടരുതെന്ന് VD സതീശൻ ഗവർണർക്ക് നിവേദനം കൊടുത്ത ആളാണ്. പിണറായി വിജയൻ ആ പണിക്ക് പോകത്തില്ല. LDF ആ പണിക്ക് പോകത്തില്ല. ഈ ഗവർണറെ അടുത്ത് എന്നിട്ട് കേരള നിയമസഭ പാസാക്കുന്ന ഒരു നിയമത്തിൽ ഒപ്പിടരുതെന്ന് പറയാനുള്ള മോദി സ്തുതി ഞങ്ങൾക്കില്ല, ഗവർണർ സ്തുതി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏതൊക്കെ ബില്ലിലാണ് ഒപ്പിടാത്തത്? ഈ സർവകലാശാലകൾ കാവുവൽക്കരിക്കപ്പെടുമ്പോൾ ആ ബില്ലിൽ ഒപ്പിടരുത് എന്ന് ഉപദേശം കൊടുത്തൊരു പ്രതിപക്ഷ നേതാവാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. നിങ്ങൾക്ക് എന്ത് അധികാരം? 6 ഏക്കറിന്റെ അടുത്ത് പോയിട്ട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ എന്നോട് ഒപ്പിടരുതെന്ന് പറഞ്ഞത്? ഞാൻ തന്നെ ചാൻസലറായിട്ടിരിക്കണം നിങ്ങളല്ലേ പറഞ്ഞത്? കേരളത്തിലെ പ്രതിപക്ഷമല്ലേ മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ കൂടിയല്ലേ ഞങ്ങളോട് പറഞ്ഞത്? ഈ ചാൻസലറായിട്ട് ഞങ്ങൾ തന്നെ ഇരിക്കണം, ഞങ്ങൾ സൗകര്യപ്പെടുന്നത് ചെയ്യും, ഞങ്ങൾ ഒപ്പിടരുതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ഇതിനാർക്കും വർത്താനം ഇല്ലേ? ഇത് കാവുവൽക്കരണമല്ലേ? ഈ 6 ഏക്കർ നടത്തുന്ന മുഴുവൻ കാവുവൽക്കരണത്തിനും അടിയിൽ ഒപ്പിട്ട് കൊടുത്തു. 2, എൻ്റെ ചോദ്യം എന്താണ്? സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട്. കേരളത്തിന്റെ അവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾക്ക് അവിടെ നടക്കുന്നതിൻ്റെതായ കേസ്. ആ കേസ് പിൻവലിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോകുമോ? അറിയിപ്പ് ഇങ്ങനെയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഒരുക്കം വിലയിരുത്താൻ ഗവർണർ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്ത വിവരം മാധ്യമ വാർത്തകളിലൂടെയാണ് സർക്കാർ ശ്രദ്ധയിൽപ്പെട്ടത്. എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഇന്ന് രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഗവർണറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആരാഞ്ഞു. ഒരു പ്രത്യേക യോഗം നിലയിലല്ല ഉദ്യോഗസ്ഥരെ വിളിച്ചതെന്നും യോഗാ ദിനത്തെക്കുറിച്ചുള്ള ആശയവിനിമയം മാത്രമാണ് നടന്നതെന്നും ഗവർണറുടെ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ഔദ്യോഗികമായി അറിയിച്ചു. ഇത്തരം ഒരു യോഗം ചേർന്നുള്ള സർക്കാരിന്റെ അസംതൃപ്തി രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറി ലോക്ഭവന് കത്തും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട യോഗങ്ങളോ അവലോകന യോഗങ്ങളോ സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ചുമതലയിൽപ്പെട്ടതാണ്. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണമെന്നും ചീഫ് സെക്രട്ടറി ലോക്ഭവന് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ പറഞ്ഞു വന്നത് ഈ പറയുന്ന രീതിയിൽ തർക്കം വേണ്ട, ഏറ്റുമുട്ടൽ വേണ്ട എന്നൊരു നയമായി സ്വീകരിച്ചു പോകാൻ കഴിയില്ല. അതൃപ്തി അറിയിക്കേണ്ടി വരും.
എത്ര കാലം ഇപ്പോൾ PMCയിലും ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്നതാണ് തീരുമാനമെങ്കിൽ എന്നതാണ് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ തടസ്സമെങ്കിൽ അത് എത്ര കാലം ആ ഏറ്റുമുട്ടൽ ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് വരും കാലം നമുക്ക് കാത്തിരുന്ന് കാണാം.